ഹലോ ഗൈസ്, നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് സാംസങ് ഗാലക്സി A12 എന്ന് പറഞ്ഞ ഫോണാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സോക്കറ്റ് ഭയങ്കര ലൂസാണ്. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കേബിൾ വെച്ചാൽ മാത്രമേ ചാർജ് കയറുള്ളൂ. അതും ചില സമയത്ത് ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കുറഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സോക്കറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. നമുക്ക് ഈ ഒരു സോക്കറ്റ് മാറേണ്ടി വരും. അതിന് ഫസ്റ്റ് ഈ ഒരു പാനൽ അഴിക്കേണ്ടി വരും. ഈ ബാക്ക് പാനൽ പുറത്തേക്ക് എടുത്താലാണ് നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് അഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സ്ട്രിപ്പ് കണക്ഷൻ ഉണ്ട് ഫിംഗർ പ്രിൻറ്റിൻ്റെ, അത് പോവാതെ വേണം അഴിക്കാനായിട്ട്. നമ്മൾ അഴിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണത് ആ ഒരു സ്ട്രിപ്പ് കണക്ട് ചെയ്യണത് ഈ ഒരു ഭാഗത്താണ്. ഇതിൻ്റെ മുകളിൽ വേറെ ഷീൽഡും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വേഗം ക്ലിപ്പ് അഴിക്കാൻ പറ്റും. അപ്പോൾ തന്നെ ക്യാമറ മാസ്ക് ചെയ്യണം. ബാറ്ററി കണക്ടർ ഊരിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം പവർ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് CC ബോർഡിലെ കണക്ടർ പിടിക്കാം. ഇതാണ് ഇവിടെയാണ് CC ബോർഡ് വരുന്നത്. CC എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് കണക്ടർ. ആ ഒരു പിന്നിനെ പറയണതാണ് CC. അപ്പോൾ നമുക്ക് ഈ ഇത്രയും സ്ക്രൂകളൊക്കെ അഴിച്ചെടുക്കണം, എന്നാലാണ് ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ രീതിയിലുള്ള തേയ്മാനൊക്കെ പിന്നിന് വന്നിട്ടുണ്ട്. ആ പിന്നെ മാറ്റൽ നമുക്ക് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാം. ഈ ഒരു ദൂരി എടുക്കാം. ഇതുപോലെ നമുക്ക് എളുപ്പത്തിന് ഈ ഒരു മോട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇലക്ട്രോണിക് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ തിരക്ക് പിടിച്ച വർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ സാധനം. അങ്ങനെ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഈ ആൻറ്റിന വരുന്നത്, ഈ ഒരു കവറിങ്ങിൻ്റെ മുകളിൽ. ഇതാണ് ആ ഒരു ചാർജിങ് ബോർഡ്, CC ബോർഡ്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഹെഡ്ഫോൺ ജാക്ക്, റിംഗറിലേക്കുള്ള കണക്ഷൻ, മൈക്ക്, ആൻറ്റിന എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ബോർഡ് പുറത്തേക്ക് എടുക്കണം. അതിന് ഈ ഒരു കണക്ടറും ആൻറ്റിന കണക്ടറും അഴിച്ചെടുക്കണം, എന്നാലാണ് നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അഴിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ CC ബോർഡ് പുറത്തേക്ക് എടുത്തു. ഈ ഒരു പിന്നാണ് നമുക്ക് മാറേണ്ടത്. നമുക്കിത് ഇനി മറ്റേ സ്റ്റാൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് വേണം. ഈ ഒരു ഭാഗത്താണ് അത് ഇരിക്കുന്നത്. ഇവിടെ വെള്ളം കയറിയ ലക്ഷണങ്ങളൊന്നും കാണാനില്ല, ജസ്റ്റ് പൊടി കയറിയിട്ടുണ്ട്. ഈ ഒരു കണക്ടറും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഒറ്റ സ്ട്രിപ്പായിട്ടാണ് വരണത്. പിന്നെ നമുക്ക് ഇനി ഇതൊരു സ്റ്റാൻഡിലേക്ക് സെറ്റ് ചെയ്യണം, അത് അഴിച്ചെടുക്കാനായിട്ട്. നമ്മൾ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു CC. നമ്മൾ പുറത്തേക്ക് ഈ ഭാഗം മുകളിലേക്ക് ആക്കി വെക്കണം, എന്നാലും നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മൈക്രോസ്കോപ്പിൽ കൂടെ കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് ഉണ്ട്, അത് നമുക്ക് ആദ്യം ഇളക്കി കളയണം. ആ ഒരു ലെഗുകളുടെ മുകളിൽ കൂടെ ഒരു കോട്ടിങ് പോയിട്ടുണ്ട്. അപ്പം അത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ ആ പിന്ന് അഴിച്ചെടുത്തു. ഇനി നമുക്ക് ആ ഭാഗം ക്ലീൻ ചെയ്തിട്ട് പുതിയ പിന്ന് വെക്കണം. ആ ഒരു അഴിച്ചെടുത്ത ഭാഗം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെയുള്ള ഈ ലെഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം പുതിയതായിട്ട് ആ പിന്ന് ഇറക്കി വെച്ച് ലെഡ് ഇട്ട് കൊടുക്കാനായിട്ട്, പുതിയ CC ഇറക്കി വെച്ചിട്ട് ലെഡ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ആ 4 ലെഗും കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള കണക്ഷൻ വരുന്ന ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് പുതിയ CC. ഇത് നമുക്ക് ജസ്റ്റ് അതിനകത്ത് ഇറക്കി വെച്ച് സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ലെഡ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഹോട്ട് എയർ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ വീണ്ടും എയർ അടിക്കാൻ ഹോട്ട് എയർ ഗൺ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെ ബ്ലോവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സാധനം ഉരുകാൻ ചാൻസ് ഉണ്ട് ഇതിനകത്തുള്ള പ്ലാസ്റ്റിക്. അപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും നല്ലതും. അപ്പോൾ നമ്മൾ സെറ്റാക്കി എല്ലാ ലെഗും കറക്റ്റായിട്ട് ലെഡ് ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കിതിനകത്ത് വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്തുള്ള ഗുണം എന്ന് വെച്ചാൽ ഡാറ്റ ഒക്കെ കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ആയിക്കോളും. ഇപ്പോൾ ചാർജിൻ്റെ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അത് ഓൾറെഡി 45% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കിനി ഒരു 2-3 മിനിറ്റ് നമുക്ക് വെക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെക്കാം. ഇപ്പം എത്ര ശതമാനം ചാർജ് കയറിയെന്ന് അറിയാലോ. എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്, നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാം. നമ്മളത് 5 മിനിറ്റ് വെച്ചു, 52% ചാർജ് ആയിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. 5 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്യാനുള്ള സമയം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.